നമസ്കാരം. ഈ ഗൾഫിലേക്ക് ജോലിക്ക് വരുന്ന സ്ത്രീകൾക്ക് ഏത് രീതിയിൽ വേണേലും പൈസ ഉണ്ടാക്കാൻ പറ്റും. കാരണം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നിങ്ങളിത് കേൾക്കുമ്പോൾ ഒരു മോശമായ രീതിയിൽ കണക്കാക്കല്ല. ഒരുപാട് പെണ്ണുങ്ങൾ വളരെ മോശപ്പെട്ട രീതിയിൽ പോകുന്നുണ്ട്. അവർക്ക് പൈസ എന്നുള്ള ചിന്തയിലേക്ക് നാട്ടിൽ കുടുംബം ഉണ്ടെന്നോ ഭർത്താവുണ്ടെന്നോ മക്കളുണ്ടെന്നോ അപ്പനോ അമ്മയുണ്ടെന്നോ എന്നൊന്നും ചിന്തിക്കാതെ അഴിഞ്ഞാടി നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാൽ ആ കൂട്ടത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഈ പെണ്ണുങ്ങളുടെ പന്ന രീതിയിൽ പോകുന്ന പെണ്ണുങ്ങൾ കാരണം നല്ല രീതിയിൽ പോകുന്ന പെണ്ണുങ്ങളെ പോലും ആൾക്കാർ മോശമായ രീതിയിൽ കാണുന്നത്. ഒരു പെണ്ണ് തന്നെ നിൽക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ എനിക്കറിയാത്തൊരു പെൺകുട്ടിയാണ്. ആ കുട്ടി ഒരു ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുക. അവർക്ക് ഒരാൾ സോഷ്യൽ മീഡിയയിൽ തന്നെ കമൻറ്റ് ഇട്ടേക്കുകയാണ്, നീ തനിച്ചല്ലേ, നീ വാ, ഞാൻ ഇവിടെ ഉണ്ട്, അങ്ങനെ ഇങ്ങനെ ഉണ്ട്. കാരണം ഒരാൾക്കൊരു ചിന്ത, ഒരു പെണ്ണ് തന്നെ ജീവിക്കുന്ന കാണുമ്പം ഇവള് ശരിയല്ല, അല്ല ഇവിടെ ഒരു സോഷ്യൽ മീഡിയ ഒരു ഡാൻസോ അവളുടെ ഒരു മനസ്സിൻ്റെ ജോലി ചെയ്ത് ഇടയ്ക്ക് ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഒരു മനസ്സിന് റിലാക്സേഷൻ വേണ്ടിയിരിക്കും എന്തൊരു റീൽസ് വന്നിട്ട് ഇടുന്നത്. അപ്പോൾ റീൽസ് ഇടുന്ന എല്ലാവരും പന്ന ആൾക്കാരാണെന്ന് ചിലരുടെ ചിന്താഗതി വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞ ഇതിന് കാരണക്കാർ ഈ കുറേ അതിന് മുമ്പ് വന്ന അല്ലെ ഞങ്ങൾ ഇങ്ങനെയാണെന്ന് കാണിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. കാരണം നമ്മൾ ഈ ആൾക്കാരുടെയൊക്കെ ലെവൽ അറിയുന്നതിനാൽ ഈ ഗൾഫിൽ പ്രത്യേകിച്ച് ഈ ടിക്ടോക്കൊക്കെ ഉള്ളത് ഇന്ത്യയിൽ നിരോധിച്ചതും വലിയൊരു പ്ലസ് പോയിൻ്റാണ്. അപ്പോൾ ഞാൻ കരുതിയിരുന്ന ഇവർക്ക് അഹങ്കാരം കൂടുന്നതിൻ്റെ കാരണം കാരണം ഈ നാട്ടിലിരിക്കുന്നവരൊന്നും ഇവരുടെ തനി സ്വഭാവം കാണുന്നില്ല. കാരണം നാട്ടിൽ ബാൻഡാണല്ലോ ഈ സാധനം. പക്ഷേ ഇപ്പോൾ യൂട്യൂബിനകത്ത് ഈ ലൈവ് എന്നൊരു സംഭവമുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ശ്രദ്ധിക്കുന്നത്, ചുമ്മാ നിങ്ങൾ ലൈവ് ഒന്ന് എടുത്ത് നോക്കിയേ. രാത്രി 12 മണിക്കും അല്ലെങ്കിൽ 1 മണിക്കും 2 മണിക്കും ഒക്കെ എന്തോരം ആൾക്കാരാണ് ഈ കേരളത്തിൽ പോലും ലൈവ് ഇരിക്കുന്നറിയാം. കാരണം ലൈവ് ഇരുന്ന് സംസാരിക്കുക, നല്ല കുറേ പാട്ട് പാടുന്നവരും കഥ പറയുന്നവരും നല്ല കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നവരുണ്ട്. പക്ഷെ മോശമായിട്ട് രീതിയിൽ ഇത് സംസാരിച്ച് വളരെ വൃത്തിയായിട്ട് സംസാരിക്കുന്ന പെണ്ണുങ്ങളുമുണ്ട്. അത് എല്ലാവരും ഉണ്ട്, ഒത്തിരിയും പെണ്ണുങ്ങളുണ്ട്. മലയാളികളുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, തെലുങ്കിലുണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട്. പൈസയാണ് ഇപ്പോൾ അവർ ചിന്തിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞേ, പൈസ ഉണ്ടാക്കണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പുരുഷനേക്കാളും കൂടുതൽ എളുപ്പം സ്ത്രീക്ക് ഏത് വഴിവഴിയിൽ അവർക്ക് പോകാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഗൾഫിലേക്ക് ജോലിക്ക് വന്ന സമയത്ത് ഞാൻ താമസിച്ചതിൻ്റെ തൊട്ടടുത്ത ഫ്ലാറ്റിൽ അതൊരു ഫാമിലി നിന്നേ. അത് കഴിഞ്ഞ് അവരെ ഫാമിലി വെക്കേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞപ്പോൾ വേറെ ആരൊക്കെയോ താമസിക്കുന്നത്. അപ്പം ഞാൻ ജോലിയില്ലാതെ കുറേ നാളിരുന്നു. ആ സമയത്ത് ചിലപ്പം അവിടുത്തെ കഥകൾ ഇങ്ങനെ കൊട്ടുന്ന കേൾക്കാം. അപ്പോൾ നമ്മൾ ആദ്യം കരുതി നമ്മുടെ വീട്ടിലെ കഥകളാണ് കുട്ടിയത്. അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ ആയിരിക്കും അപ്പുറത്തെ ഫ്ലാറ്റിൽ വന്ന് 2 ആണുങ്ങൾ വരുന്നതാണ്, ഒരു പെണ്ണ് കഥ തുറന്ന് കൊടുക്കുന്നതാണ്. അത് കഴിയുമ്പോൾ ചിലപ്പോൾ 2 പെണ്ണുങ്ങൾ ഇറങ്ങി പോകുന്നതാണ്, ചിലപ്പോൾ വേറെ 2 ആണുങ്ങൾ വരുന്നത് കാണാം. ആകെപ്പാടെ ഒരു കൺഫ്യൂഷൻ. അപ്പോൾ ഞാനപ്പോൾ റൂമിൽ പറഞ്ഞു അത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു പോക്ക് കേസ് വല്ലതും ആയിരിക്കും, എന്തെങ്കിലും സെറ്റപ്പ് ആയിരിക്കും, അല്ല അവിടെ എന്തെങ്കിലും നടക്കുമായിരിക്കും, നമ്മൾ അങ്ങോട്ട് നോക്കുകയോ വേണ്ടെന്ന് പറഞ്ഞു.